നിനക്കവനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലയോടി? അവിടെ ഒരു പ്രേമക്കൂത്ത്. എനിക്ക് വട്ട് പിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദഗോപാലിന്റെ കൂടെ പോയി പൊറുക്കാൻ. ദൈവം സത്യമുള്ളവനാ. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ തിരുതുപ്പിൽ തന്നെ നടത്തിച്ചത്. എന്റെ ഈശോയെ, നന്ദുസാന്റെ കയ്യിൽ നിന്ന് താഴെ വീണൊരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യ. നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഇതെന്താ പതിവില്ലാതെ? നീ പറഞ്ഞത് ശരിയാ. ഇനി മുതൽ പഠിപ്പിക്കാനുള്ള ബുക്ക് ഞാൻ തന്നെ കൊണ്ടുപോവാ. വെറുതെ വല്ലവന്റെ ഒക്കെ ബുക്ക് എടുത്ത് ഇതിപ്പോ ആരുടെയും കൺസിഡറേഷൻ വേണ്ടല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ പിന്നെ കാസറ്റിന്റെ പ്രശ്നം ചോർന്നതിനെ കുറിച്ച് എനിക്കൊരാളെ സംശയമുണ്ട്. ഓ, നീ ഇത് ഇനിയും മറന്നില്ലേ? മറക്കാനോ? ചങ്കിലൊന്ന് കൊണ്ടാ ഇന്ദിരാതങ്ങനെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അറിയാലോ. കല്യാണി ആയിരിക്കും സംശയം. അതൊക്കെ പറയാം, തെളിവ് കിട്ടട്ടെ. അതൊക്കെ വിട്ട് കള എന്റെ എന്തൂട്ടി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വേറെന്തും ഞാൻ സഹിക്കും. എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന പ്രശ്നമില്ല. അതിന് ഇന്ദിര രണ്ടാമത് ജനിക്കണം. സമയായി പോണ്ടേ? വാ കേറ്.